അപ്പോൾ സർജറി കഴിയുമ്പോൾ നിങ്ങളുടെ കൺട്രോളിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. എന്നാൽ ഞാൻ പ്രിപ്പയർഡ് ആവാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സർജറി എലക്റ്റീവ് ആണ് എന്ന് വെച്ചാൽ പ്ലാൻ ചെയ്താണ് ചെയ്യുന്നതെങ്കിൽ ട്രൈ ടു ഗെറ്റ് എ സപ്പോർട്ട് സിസ്റ്റം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും ചെറിയ ചെറിയ കാര്യങ്ങൾ ലൈക്ക് കുക്കിംഗ്, വാഷിംഗ്, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒന്ന് സപ്പോർട്ടിന് നിങ്ങൾ കൂട്ടുപിടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസിയർ ആവും റിക്കവറി. അതുപോലെ തന്നെ നിങ്ങളുടെ വീടും കുറച്ച് പ്രിപ്പയർഡ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു മേജർ സർജറി കഴിഞ്ഞ് നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ട്രൈ ടു യൂസ് ഗ്രൗണ്ട് ഫ്ലോർ. താഴത്തെ നിലയിൽ തന്നെ നിങ്ങളുടെ സ്റ്റേ റെഡിയാക്കാൻ നോക്കുക. പിന്നെ ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാവുന്ന ഫുഡ് അതെല്ലാം വീട്ടിൽ റെഡിയാക്കാനും ശ്രമിക്കുക. അതുപോലെ തന്നെ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളുടെ സർജനോട് തീർച്ചയായിട്ടും ചോദിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എന്തെല്ലാം മരുന്നുകൾ എടുക്കാം, എന്തെല്ലാം എടുക്കരുത്, എന്ത് ഭക്ഷണം കഴിക്കാം, എന്ത് കഴിക്കരുത്, എപ്പോൾ കുളിക്കാം, നിങ്ങളുടെ ഡ്രസ്സിങ് നനയുന്നതിൽ പ്രശ്നമുണ്ടോ, നനയാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ടോ, ലാസ്റ്റ്ലി എന്നാണ് റിവ്യൂ ഡേറ്റ്, എപ്പോഴാണ് തിരിച്ചു വരേണ്ടത്, ഇനി അഥവാ അതിനു മുന്നേ എന്ത് കണ്ടാലാണ് നിങ്ങൾ തിരിച്ചു വരേണ്ടത്, ഇതെല്ലാം ചോദിച്ച് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഹോസ്പിറ്റലിൽ വിടുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആൻഡ് ഇതുപോലത്തെ ഹെൽത്ത് റിലേറ്റഡ് ഇൻഫർമേഷൻസ് കാണാൻ വേണ്ടിയിട്ട് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.